അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആനോടും സ്വീകരിച്ച നിലപാട് പോലെ തന്നെയായിരുന്നു മുമ്പ് മൂസാ നബിയോടും തൗറാത്തിനോടും ബനൂ ഇസ്രായേലികൾ സ്വീകരിച്ച നിലപാട്. ബനൂ ഇസ്രായേലികൾ തൗറാത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചത് സൂചിപ്പിച്ചുകൊണ്ട് ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 110-ാമത്തെ ആയത്തിൽ വിവരിക്കുന്നത്. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി വലൗലാ കലിമതുൻ സബഖത് മിർ റബ്ബിക ലഖുളിയ ബൈനഹും വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകി. തൗറാത്ത് മൂസാ നബിക്ക് അള്ളാഹു നൽകി. അത് അദ്ദേഹം ബനൂ ഇസ്രായേലിയർക്ക് പ്രബോധനം ചെയ്തപ്പോൾ ഫഖ്തുലിഫ ഫീഹി, അതിൽ ഭിന്നിപ്പുണ്ടായി, അവരതിൽ ഭിന്നിച്ചു. അവർ തൗറാത്തിനെ ഏകകണ്ഠമായി സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ അതിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളുകയും ചെയ്തു. അവർ അതിൽ പല കാര്യങ്ങളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. ചില കാര്യങ്ങൾ അവർ മറച്ചുവെച്ചു. ചിലത് അവരുടെ ഇഷ്ടപ്രകാരം പിന്നെ കൂട്ടിച്ചേർത്തു. മക്കയിലെ ഖുറൈശികൾ വലിയ ആദരവോടെ കാണുന്ന വേദക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ, താങ്കളുടെ ജനത ഖുറൈശികൾ താങ്കൾ കൊണ്ടുവന്ന ഖുർആനെയും താങ്കളെയും സ്വീകരിക്കാത്തതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഇതിലൂടെ. താങ്കൾ സത്യദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രബോധനം തുടരുക എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ബനൂ ഇസ്രായേലിലുള്ള എല്ലാവരും ഈ പറഞ്ഞവരെ പോലെ സത്യത്തെ മറച്ചുവെക്കുന്ന വേദഗ്രന്ഥത്തെ വികലമാക്കുന്നവരായിരുന്നില്ല. അവരിൽ നല്ലവരും ഉണ്ടായിരുന്നു. മൂസാ നബിക്ക് ശേഷം ബനൂ ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാർ അത്തരം സത്യവിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടുകൂടിയാകാം വളരെ ധിക്കാരപരമായ നിലപാട് വേദഗ്രന്ഥത്തോടും പ്രവാചകനോടും സ്വീകരിച്ചിട്ടും ബനൂ ഇസ്രായേലികളെ അള്ളാഹു ഒന്നടങ്കം നശിപ്പിക്കാതിരുന്നത്. ബനൂ ഇസ്രായേലികളെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും ചിലർ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിക്കുന്നു, ചിലർ നിഷേധിക്കുകയും ചെയ്യുന്നു. ചിലർ അതിൽ അവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ചില മാറ്റത്തിരുത്തലുകൾ ആവശ്യപ്പെടുന്നു. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു വചനം നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഖുളിയ ബൈനഹും, അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. അള്ളാഹു മുമ്പ് തന്നെ ഇവരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. ആ തീരുമാനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ വേദഗ്രന്ഥത്തിൽ ഭിന്നിച്ച ഇവരെ അള്ളാഹു നശിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ തീരുമാനം, അതായത് ഈ ലോകത്ത് അവരെ ശിക്ഷിക്കുകയില്ല, പരലോകത്തായിരിക്കും അവർക്ക് ശിക്ഷയുണ്ടാവുക എന്ന തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ വേദഗ്രന്ഥത്തിൽ ഭിന്നിച്ച ഇവരെ അള്ളാഹു നശിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രക്കും വലിയ ധിക്കാരമാണ് അവർ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നഹും, തീർച്ചയായിട്ടും ഇവർ, ഇവിടെ ഖുറൈശികളെയാണ് ഉദ്ദേശിക്കുന്നത്, ലഫി ശക്കിൻ മിൻഹു, ഇതിൻ്റെ കാര്യത്തിൽ സംശയത്തിലാണ്. മുരീബ്, സംശയിക്കുന്ന സംശയത്തിലാണ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ സംശയത്തിൻ്റെ അവസ്ഥയിലാണ് അവർ എന്നാണ് പറയുന്നത്. അവർ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന കാര്യത്തിൽ സങ്കീർണമായ ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് പറയുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആനെയും പ്രവാചകനെയും നിഷേധിക്കണം അവർക്ക്. എന്നാൽ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഖുർആനെയും പ്രവാചകനെയും തള്ളിക്കളയാനും വയ്യ. അങ്ങനെയുള്ള ഒരു സങ്കീർണ അവസ്ഥയിലാണവർ എന്നാണ് പറയുന്നത്. ഇത് ഖുറൈശികളുടെ അവസ്ഥയാണ് പറയുന്നതെന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നത്. എന്നാൽ ഇത് ആയത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ബനൂ ഇസ്രായേലികളെക്കുറിച്ചാണ് എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.